ഞാനിന്നിവിടെ വന്നത് ഈ ഗൂഢാലോചന കേസിൽ ഏതോ ഒരു കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു പാർട്ടി മെമ്പർ കൊടുത്ത കേസ്, സം ഡെഫമേഷൻ കേസ് അഗേൻസ്റ്റ് മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. ബട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ്, ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലന്റ് ആക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇറലവൻറ്റ് മീൻസ് അവരെന്നോട് ചോദിക്കുകയാണ്, രവി പിള്ളൈ, യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി. എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്? ഒരു തരം ടോർച്ചർ. ഫ്രം ദ ക്വസ്റ്റനിങ്, ഫ്രം ദ ഇൻട്രഗേഷൻ, എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് but to cover the culprits, but to cover certain people who are behind all these things. എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാനെ ഇതിനു മുമ്പ് അറിയത്തില്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാം പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന്. 2016 ഞാൻ CM ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐ നെവർ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്. ഇത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെല്ലിങ് മീ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത്, എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന്. വീണ്ടും ഞാൻ പറയണം, വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെന്റിൽമാനെ കുറിച്ച് പറയുന്നു, 30 crores ഓഫർ ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു, ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു. അവരെന്നോട് പറയാണ്, മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത്? മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ. ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ. ED they are asking me, ED വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെ കുറിച്ച് ചോദിച്ചു, 30 കോടിയെ കുറിച്ച് ചോദിച്ചു. EDയോട് ആരടുത്താണ് ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത്? EDയിൽ എൻ്റെ സുഹൃത്താരാണ്? ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ. സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു, ഓൾ ഓഫ് യു, ദാറ്റ് എന്തെങ്കിലുമൊക്കെ കേസിൽ കൊടുക്കിയിട്ട് എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അവർ ചോദിക്കാൻ +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് അറിയില്ല. ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ ദേ ഹാവ് ബ്രോട്ട് മീ ഹിയർ. അവരെന്നോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം, എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ചോദിക്കുകയാണ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ എന്ന്. സോ ഐ റിയലി ഡോണ്ട് നോ, ഇത് ഗൂഢാലോചന എനിക്കെതിരെയാണോ അതോ ഇത് ഇവരുടെ ഗൂഢാലോചനയാണോ? എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റാനുള്ള ശ്രമമാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫൈറ്റ് അവസാനിക്കുന്ന വരെ, ജസ്റ്റിസ് വരുന്നത് വരെയും ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ്. I cannot give them മറ്റുള്ള ഏജൻസീസിന് കൊടുത്തിരിക്കുന്ന എവിഡൻസ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ കേസുമായിട്ട് there is no relevance. There is no relevance whatsoever. And I don't know what are they up to. What is Kerala police up to? I have no clue. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ, തെളിവുകൾ കൈമാറാൻ സാധിച്ചത്? അതായത് ഈ നിലവിൽ Well, I have already given enough and more evidences. Or ഞാൻ ഇന്റൻഷണൽ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ FIR ഫയൽ ചെയ്തു. അപ്പൊ അവരെന്നെ വഴക്കു പറയുക, അത് കേസ് ക്വാഷ് ആയില്ലേ? They were torturing. You know, they are torturing and they are bringing in perceptions which I have not discussed at all. You understood? So എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു, പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക, ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സ് ആണ്, അദ്ദേഹത്തിന്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീദർ ആം ഐ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ. അപ്പൊ പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം
എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്താ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരിക്കലും പിന്മാറുന്നില്ല. ഇങ്ങനെ എന്നെ പല കേസിൽ കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്. ഓൾറൈറ്റ്. വിജേഷ് പിള്ള ഈ 30 കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള താങ്കളുടെ ആരോപണത്തിൽ അതിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 100% ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും. ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് വിജേഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഒരു ഡ്രാമയിൽ എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്. That's all, yeah. ഈ ഗോവിന്ദ മാഷ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു കേസ് വന്നതിന് ശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നറിയാം. പക്ഷെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വിജേഷ് പിള്ളയുടെ വായുന്ന. എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാനോ ആളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഐ ആം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്, നീദർ ആം ഐ ഇൻട്രസ്റ്റഡ്. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. Whether it's Mr. Govindan or his son or whoever it is not my cup of tea. And it's not a defamation case filed by the Honorable Chief Minister or filed by Mr. Govindan. It is by somebody who is unknown to me, who is not, related to me at all. Somebody from the party. Not yet.